സ്വാഗതം. നമ്മുടെ വീഡിയോ ആരെങ്കിലും പുതുതായിട്ട് കാണുകയാണെങ്കിൽ അവർക്കൊരു സ്പെഷ്യൽ ഹായ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിവ്യൂ ആണ്. ഇന്നത്തെ നമ്മുടെ റിവ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോൺസിൻ്റെ കാണാവോ കാണാനും തോന്നുന്നു. ഒരു പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. കുറേ നാളുകൾക്ക് മുന്നേ ഇത് വളരെ ട്രെൻഡിങ്ങിലായിരുന്നു. ഇപ്പം അത്ര ട്രെൻഡിങ്ങിലൊന്നുമല്ല. പക്ഷെ ഞാൻ ഈ 2 വീക്ക് ആയിട്ടുണ്ടാവും യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അത് യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് തോന്നി. എന്നാൽ പിന്നെ നമുക്കത് റിവ്യൂ ഇട്ടേക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് റിവ്യൂ എടുത്തത് കേട്ടോ. അതിലുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ 49 രൂപയാണ് കേട്ടോ. എന്താ പറയുക, ഒരുപാട് വലിയ പ്രൈസൊന്നും അല്ല. 49 രൂപയിലുള്ള ഒരു നല്ലൊരു മോയ്സ്ചറൈസറാണ് ഇന്നത്തെ നമ്മുടെ മോയ്സ്ചറൈസർ. ലൈറ്റ് മോയ്സ്ചറൈസർ, നോൺ ഓയിലി, ഫ്രഷ് ഫീൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫോർ സോഫ്റ്റ് ഗ്ലോയിങ് സ്കിന്ന്, വൈറ്റമിൻ ഇ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ എന്താ ഗ്ലിസറിനും ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് അങ്ങ് ഓയിലി ആയിട്ട് തോന്നിയില്ല. പക്ഷേ ഇത് ഓയിൽ സ്കിൻ ഉള്ളവർ യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ. കൂടുതലും ഡ്രൈ സ്കിന്നുകാർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത്ര ഒരു ടിന്നാണ് കേട്ടോ. ചെറുതായി ഒരുപാട് വലിപ്പമൊന്നുമില്ല, അത്യാവശ്യം ചെറിയൊരു വലിപ്പം ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് ഓപ്പൺ ആക്കി കഴിയുമ്പോഴത്തേനും ഇതുപോലൊരു ജസ്റ്റ് ഒരു കോട്ടിങ് ഉണ്ട്. അതിനുള്ളിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിങ് കേട്ടോ. അപ്പം ഞാനിത് കുറച്ചേ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ കേട്ടോ. ഇത് ഈ ഒരു സൈഡ് മാത്രമായിട്ട് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അങ്ങനെ ഓപ്പൺ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മോയ്സ്ചറൈസറിൻ്റെ എന്താ പറയുക, ഈ ഒരു അടപ്പ് നല്ല ടൈറ്റ് ആവത്തില്ല കേട്ടോ. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കുമ്പോഴത്തേനും ഒന്നും ഇരിക്കത്തേ ഉള്ളൂ. പിന്നെ അത് എന്താ പറയുക, ലൂസായി പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞാനിത് കുറച്ച് മാത്രമേ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ. അത് മാത്രമേ എനിക്കൊരു ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിപ്പോയി കേട്ടോ. കാരണം നമ്മൾ ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ അടപ്പ് ഇങ്ങനെ ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകും. അതുകൊണ്ട് അത് മാത്രമേ എനിക്ക് അത്ര താല്പര്യം തോന്നിയില്ല. പിന്നെ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു മോയ്സ്ചറൈസറാണ്. പിന്നെ അതിൻ്റെ കളർ സൂപ്പറായിട്ടോ. നല്ലൊരു കളറാണ് ഇവിടെ വന്നേക്കണത്. വൈറ്റ് അടപ്പൊക്കെ മുകളിൽ അങ്ങനെ ആയിട്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മെല്ല് പറയാതിരിക്കാൻ പറ്റില്ല, സൂപ്പർ സ്മെല്ലാട്ടോ. എനിക്ക് ഇതിൻ്റെ സ്മെല്ല് ഒരുപാട് ഇഷ്ടമായി. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് എനിക്ക് പിമ്പിൾസ് ഒന്നും അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലൊക്കെ നല്ലൊരു മോയ്സ്ചറൈസറാണ് പറയുന്നത്. പിന്നെ അത്ര ഓയിലി അല്ല, എന്നാൽ കുറച്ച് ഓയിലി ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മോയ്സ്ചറൈസർ നമ്മൾ തൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെ തൂത്തുന്ന ഒരു ഫീലിങ്സ് ഒന്നും തോന്നത്തില്ല കേട്ടോ. ഫീലിങ്സ് അങ്ങനെ തൂത്തുപോലെ ഇതേ തോന്നത്തില്ല. ഇറിറ്റേഷനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യാനെങ്കിൽ ഈസി ആയിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസർ കേട്ടോ. പിന്നെ വളരെ ചെറുതാണെങ്കിലും നമുക്ക് എനിക്ക് തോന്നുന്നത് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനൊക്കെ പറ്റിയ നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് തോന്നി. ഒരുപാട് വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല, ലൈറ്റ് വെയിറ്റ് ആയിട്ട് തന്നെ എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ഒക്കെ നമുക്ക് എന്താ പറയുക, റിവ്യൂവും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് വാങ്ങി ഞാൻ യൂസ് ചെയ്തിട്ട് അതെങ്ങനെയാണെന്നുള്ള റിസൾട്ട് ഞാൻ കറക്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ടാറ്റാ.